എല്ലാവർക്കും സുരഭീസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? മഴയൊക്കെയല്ലേ, എന്തൊരു മഴയല്ലേ! മഴ മാത്രമല്ല, ഒരുപാട് കാറ്റും ഒരുപാട് നാശനഷ്ടങ്ങളും എന്തൊക്കെയാ സംഭവിക്കണില്ലേ. എല്ലാം ഒന്ന് ശാന്തമാവട്ടെ അല്ലേ. മഴ ഉണ്ടായിക്കോട്ടെ, മഴ വേണമല്ലോ. പക്ഷേ ഈ കാറ്റ് സഹിക്കാൻ പറ്റണില്ല, ഭയങ്കര ചുഴലിക്കാറ്റ് പോലെയാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ എന്നും വിചാരിക്കും വരണമെന്ന് പറ്റണില്ല. വലിയ ഒരു ഒരു വീഡിയോ മൂന്നാറിൽ പോയിട്ടൊരു വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഇവിടെ കല്യാണമായിരുന്നു, ഇവരുടെ പാപ്പൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അത് ചെക്കൻ്റെ വീട് കണ്ണൂരായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോക്കും വരവൊക്കെ ആയിട്ട് ഒരുപാട് നീണ്ടുപോയതാണ് കേട്ടോ. പിന്നെ മൂന്നാറിൽ പോയ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഞങ്ങൾ ത്രില്ലായിട്ട് ഭയങ്കര സന്തോഷത്തിൽ പോയൊരു യാത്രയായിരുന്നു. കാരണം ഒരുപാട് ആഗ്രഹിച്ചു, വെക്കേഷനല്ലേ, പുറത്ത് പോകണം എന്നിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ രണ്ടുപേരും 2 ദിവസം അവിടെ താമസിക്കുക എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് തീരുമാനിച്ചിട്ട് പോയത്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി തലേദിവസം ഒരു വില്ല ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഒരു ബേഡ് വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു അതിലൊരു ബുക്ക് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കറക്റ്റ് 5 മണിക്ക് തന്നെ പുലർച്ചെ 5 മണിക്ക് ഇറങ്ങി. അവിടെ ഒരു 12 മണിയാകുമ്പോഴേക്ക് എത്തിയിട്ട്, 12 മണിയൊന്നും ആവേണ്ട ആവശ്യമില്ല, 3-4 മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ട്. നന്നായി സ്പീഡിൽ പോവാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ബോറടി അങ്ങനെയൊന്നും തോന്നില്ല. മോനും നല്ല സപ്പോർട്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തിൽ ഒരു കൂളായ ഒരു യാത്രയായിരുന്നു കേട്ടോ. ദൈവമേ, എൻ്റെ കൃഷ്ണ ഇന്ന് നിലനിർത്തി തരട്ടെ. അപ്പം അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു, അടിച്ചു പൊളിച്ചുള്ളൊരു യാത്ര, ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ പോയി. അപ്പോൾ കാണുന്നിടത്തൊക്കെ ഇറങ്ങി ഞങ്ങൾ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് തോന്നിയ പോലെ അങ്ങനത്തെ ഒരു പോക്കായിരുന്നു. അതാണ് 12 മണിയായത്. അവിടെ ചെന്ന് ഞങ്ങൾ ഫ്രഷ് ആയതിൻ്റെ ശേഷം ഞങ്ങളൊരു അവിടെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണിക്കൽ ഗാർഡൻസ് എന്നിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നിങ്ങൾ ആരും മൂന്നാറിൽ പോകണമെങ്കിൽ ഒരു മിസ്സാക്കരുത് കേട്ടോ. ഈ ബോട്ടാണിക്കൽ ഗാർഡൻസ് കണ്ടേ പോരാവോ. കാരണം അത്രമാത്രം പൂക്കളെ ഇഷ്ടപ്പെടുന്നവരും ചെടികൾ ഇഷ്ടപ്പെടുന്നവരും അവിടെ നിന്ന് പോരാനേ തോന്നില്ല. എൻ്റെ കൃഷ്ണ, എനിക്ക് അവിടെ നിന്ന് എങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് എനിക്കറിയില്ല. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. അവിടെ വാട്ടർ ഡാൻസൊക്കെ ഉണ്ട്. അത് ഒരു 7 മണിക്കേ തുടങ്ങുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്, നല്ല കാണേണ്ട ഇതാണ്. ഞങ്ങളതൊക്കെ കണ്ട് ഒരു 8-8 ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ അവിടെ ഒരു നല്ലൊരു പുഴ ഉണ്ട്, ഒരു വാട്ടർഫോൾസ് തന്നെ. അങ്ങനെ എന്താ പറയുക, കാണേണ്ടതാണ്. ഇത് നമുക്ക് പറഞ്ഞാൽ എനിക്ക് പറ്റണില്ല, അത്രയും നല്ല സ്ഥലം. അപ്പോൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത്. കുറേ സാധനങ്ങളുണ്ട് കഴിക്കാനും വാങ്ങിക്കാനും പിന്നെ കാണാനും. ചെടികൾ എന്ന് പറഞ്ഞൊരു മായാലോകം. എൻ്റെ പൊന്നു, അത് വർണ്ണിക്കാൻ എനിക്ക് അറിയണില്ല. അത്രയും ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കാം, ഊട്ടിയിലൊക്കെ പോയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അവിടത്തേക്കാളൊക്കെ എനിക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടം തോന്നി. കാണേണ്ട ഒരു സ്ഥലം. അപ്പം നിങ്ങൾ ആര് പോവുകയാണെങ്കിൽ അത് മിസ് ചെയ്യരുത് കേട്ടോ. അതൊന്നാമത്തെ കാര്യം. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ പിന്നെയും ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതൊക്കെ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അത് നിങ്ങളൊന്നും എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് അവിടുത്തെ കാണേണ്ട കാഴ്ചകൾ. സുഖമായി കിടന്നുറങ്ങി. നല്ല തണുപ്പല്ലേ അവിടെ, ഫാൻ്റെ എ സി ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല സുഖമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അത് ഉച്ച സമയത്തൊക്കെ ഒരു ചാറ്റൽ മഴയും പിന്നെയൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും അധികം ഇല്ലാത്ത എന്നൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നമ്മളെ ബുദ്ധി മുട്ടിപ്പിക്കാത്തൊരു മഴ, നല്ല കാണാൻ ഭംഗിയുള്ളൊരു മഴ, നല്ല മഞ്ഞും. അയ്യോ, കാണാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ പിറ്റേന്നാ നേരം വെളുത്തു ഫ്രഷായി ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ മാടുപ്പെട്ടി, പിന്നെ ഡാമുകൾ, പെരിയാർ ഡാം, അങ്ങനെ കുറേ ഡാമുകളുണ്ട്. അതൊക്കെ അവിടെയൊക്കെ പോയി കണ്ടു. നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ കാണാനുണ്ട്. കുറേ അവിടെ ചിലരോടൊക്കെ ചോദിക്കും മൂന്നാറിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ച് പറയാം, ഒന്നുമില്ല അറിയും, ചുമ്മാ പറയണതാണ് കേട്ടോ. ഇഷ്ടം പോലെ കാണാണ്ട് കേട്ടോ, നമുക്ക് മടുക്കില്ല. അവിടുത്തെ ആ തേയിലത്തോട്ടം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഊട്ടിയിലൊക്കെ പോയി കണ്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും അവിടുത്തെ ഒരു തേയിലത്തോട്ടവും അവിടുത്തെ പിന്നെ അപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഭംഗിയായിരിക്കാം. മഞ്ഞ് കൊണ്ടിങ്ങനെ മൂടിയിട്ട് അയ്യോ, ഒരു മാലാഖ പോലെയായിരുന്നു അവിടുത്തെ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങി ചെല്ലാനൊക്കെ തോന്നണം, അങ്ങനത്തെ ഒരു തോന്നൽ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വിട്ടു വട്ടവട സ്ഥലത്തേക്ക് പോയി. വട്ടവട ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ 6 മണിക്ക് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ളൂ അത്ര. പിന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടേക്ക് പെർമിഷൻ ഉള്ളൂ. പിന്നെ നമ്മൾ 6 മണിക്ക് മുന്നേ തന്നെ അവിടെ നിന്ന് പെർമിഷൻ അവിടെ വിസിറ്റ് ചെയ്യാനാണെന്ന് വെച്ചാൽ 6 മണിക്ക് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം.
അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് വട്ടവട എത്തുമ്പോൾ. വട്ടവട എത്തി അവിടെ ചെന്ന് ഒരു ജീപ്പ്, കുറച്ച് ദൂരം പോയപ്പോൾ ജീപ്പിൽ പോകണം, അല്ലാണ്ട് അത്രയും ദൂരം കാറിൽ സേഫ് അല്ല, പോകാൻ ബുദ്ധിമുട്ടാണെന്ന്. പോണവരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജീപ്പിലാണ് പോയത്, ഞങ്ങൾ 3 പേരും. എൻ്റെ പൊന്നോ, നല്ലൊരു ഗ്രാമാന്തരീക്ഷം കാണേണ്ടതാണ്, നല്ല രസമുള്ള സ്ഥലം. പിന്നെ നമുക്കൊരു വൈകേഷനുണ്ട്, നല്ലൊരു ജീപ്പ് ഡ്രൈവറിന് കിട്ടിയത്. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അധികം പൈസയൊന്നും ആയില്ല കേട്ടോ. അങ്ങനെ അവിടെ പോയി വാട്ടർഫോൾസ് ഉണ്ട്. അയ്യോ, ഞാൻ ഫോട്ടോസ് ഇടാം കേട്ടോ. അതിൻ്റെ ആ അടിയിലൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ കാണാൻ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്ന സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു കൊടുന്ന്. പക്ഷെ നമുക്കവിടെ ഫോട്ടോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല കേട്ടോ. പിന്നെ അവിടെ പിന്നെ ഉണ്ടായി വരണുള്ളൂ, ഒരു ചിലതുമലൊക്കെ ഉണ്ടായി നിൽക്കണുള്ളൂ. അപ്പം അത് വാങ്ങിച്ചു അവിടുന്ന്. പിന്നെ അവിടുന്ന് അവിടെയൊക്കെ അങ്ങനെ എന്താ പറയുക, ആരും മിസ്സാക്കരുത്. മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ അവിടേക്ക് ഒന്ന് കാണണേന്ന്. കാരണം നമ്മുടെ അവിടെ പോലെയല്ലല്ലോ, അവിടേക്ക് ഒന്ന് പോയി കാണേണ്ട സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ ആദിവാസി കോളനികൾ അകലെ നിന്നിട്ടേ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല, അകലെ നിന്ന് കാണാനുള്ള പെർമിഷനേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളതില്ല. അത് കണ്ടു, ആദിവാസി കോളനികൾ, ആദിവാസികളെ. പിന്നെ എന്താ പറയുക, ഞാനൊക്കെ അടുത്ത് കാണുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഫിലിം അവിടെ ഷൂട്ട് ചെയ്തുള്ള സ്ഥലം, നായാട്ട് എന്ന സ്ഥലം, ജോർജ് തോമസ് എന്താ തൂങ്ങി നിൽക്കണം മരം, അങ്ങനത്തെയൊക്കെ കണ്ടു. പിന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ്, കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയത്, കുറേ നല്ല സ്ഥലങ്ങൾ. അവിടെ നിന്ന് പോരാനേ തോന്നില്ല. പക്ഷേ 6 മണിക്ക് ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാത്തത് കൊണ്ട് 6 മണിക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോരണം. 6 മണിയാകുമ്പോഴേക്കും ഞങ്ങളവിടെ ഒന്ന് കറങ്ങി കാണാൻ ഇനിയുണ്ട് സ്ഥലങ്ങൾ. പക്ഷെ നമ്മൾ അത്രയൊന്നും നിൽക്കണില്ലല്ലോ, നമ്മളുണ്ട് പോന്നു. 6 മണിയാകുമ്പോൾ നമ്മളുണ്ട് പോന്നു. തിരിച്ചു വരുന്ന വഴി വീണ്ടും കുറേ സ്ഥലങ്ങൾ. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയില്ല. വീണ്ടും റൂമിൽ വന്നു. അന്ന് രാത്രി ഞങ്ങൾ 12 മണിക്കാണ് അവിടെ നിന്ന് പോരുന്നത് കേട്ടോ. രാത്രി 12:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരും. ഞങ്ങൾക്ക് രാത്രി യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ട് പുലർച്ചെ, അപ്പം നേരം വെളുക്കുമ്പോൾ വീട്ടിലേക്ക് എത്തുമല്ലോ എന്നുള്ളതിൽ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കാട്ടിലൂടെ ഉള്ളൊരു യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര രസം, എല്ലാവരും പേടിച്ചിട്ടായിരുന്നായിരുന്നു. എല്ലാവരും പേടിച്ചിട്ടാണ് ഇരുന്നത്. ഞങ്ങൾ 3 പേരും ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല കാടല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ആന സൂക്ഷിക്കണം എന്നിങ്ങനെ കണ്ടുകൊണ്ടാണ്, അത് വായിച്ചും കൊണ്ടാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യണം. 3 പേരും ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന്. മോനും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ 5 മണിക്ക് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അതെവിടെ, പെരുമ്പാവൂരെത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. 5 മണിക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ എത്തണ്ടെന്നുള്ള ചിന്തയായിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ മൂന്നാർ പോകാൻ ആഗ്രഹിക്കണമെങ്കിൽ പോകണം. നിങ്ങൾ അസലായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ക്ലൈമറ്റിൽ പോകണം കേട്ടോ. ഒരുപാട് മഴയുള്ള സമയത്തൊന്നും പോയാൽ നമുക്ക് പറ്റില്ല. പിന്നെ ശനി ഞായറും പോവാതിരിക്കുക സീസണിൽ. ശനി ഞായറും ഭയങ്കര തിരക്കാവുക അത്ര. ഞങ്ങൾ വർക്കിംഗ് ഡേയ്സിലാണ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വളരെ സന്തോഷമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട്, എന്താണെന്നറിയില്ല, ദൈവാനുഗ്രഹം ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് യാതൊരു ആപത്തും ഇല്ലാതെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, യാതൊരു അപകടവും ഇല്ലാതെ ഞങ്ങൾ തിരിച്ചെത്തി. വളരെ ഹാപ്പി ആയിരുന്നു. ഇനി ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ പോകുമ്പോൾ പറയാവേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യണേ. ഇത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ലതാണ്. ഒരുപാട് ഷെയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ ആണല്ലോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക, ഒന്ന് കമൻസ് ഇടുക കേട്ടോ. എല്ലാവരും പോയുള്ളവരായിരിക്കാം, പോവാത്തവർ ചുരുക്കമുള്ള ഉണ്ടാവുള്ളൂ. എങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ.